15ാമത്തെ വർഷമായി ഇപ്പോൾ കേട്ട്. അന്ന് കേട്ട എൻ്റെ മനസ്സിൽ ഇപ്പോഴും സാറിനെ കുറിച്ചൊരു സങ്കല്പവും കാര്യങ്ങളും എല്ലാം ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല, ഒന്നും മറന്നിട്ടില്ല. സാറിനെ കാണുമ്പോൾ എനിക്ക് അത്രയും ഞാൻ ഓടിച്ചെന്ന് മിണ്ടും ഇല്ലേ, സാറിനെ എപ്പോൾ എവിടെ കണ്ടാലും ഞാൻ ഓടിച്ചെന്ന് മിണ്ടും. എന്നുവെച്ചാൽ സാറിന് അന്ന് ഇച്ചിരി അറിവ് എനിക്ക് പകർന്ന് തന്നതിൻ്റെ ആയിരിക്കാൻ എനിക്കിച്ചിരി ഞാൻ ഇവിടെയൊക്കെ ഹോസ്പിറ്റലിൽ ആദ്യം വരുമ്പോൾ നമുക്കൊന്നും അറിയാതൊക്കെ വരുന്നത്, ഇത്രയൊന്നും ആക്റ്റീവ് അല്ലായിരുന്നു. പക്ഷെ സാറിൻ്റെ അന്നത്തെ ക്ലാസ് വന്നിട്ട് ഭയങ്കര ഇതിനേക്കായി നല്ല ക്ലാസ്സായിരുന്നു അന്നും സാറ് നടത്തിയത്. പക്ഷെ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് മാറ്റം വന്നിട്ടുള്ളതായിട്ട് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഈ നല്ല മാറ്റം തന്നെ വരുമെന്ന് ഞാൻ 100% ഉറപ്പിച്ച് പറയുന്നു. സാർ ഇനിയും വന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് ഇനിയും ഇച്ചിരി കൂടെ കുറച്ചുകൂടെ ഉയരത്തിലേക്ക് ഞങ്ങൾക്ക് എത്തണം. പക്ഷേ ഇത് മറക്കാതെ ഞങ്ങൾ ഓരോ ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീട്ടിലെ സാഹചര്യമായാലും ഇപ്പം വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർ കൊച്ചുങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് സാർ ഇപ്പോൾ പഠിപ്പിച്ചത് ഒരു തമാശയിൽ കൂടി. അതൊന്നും വേറെ ആർക്കും പറ്റത്തില്ല. ഞാൻ ഒരുപാട് ക്ലാസ്സുകൾക്ക് പോയിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ആർക്കും പറ്റത്തില്ല. പിന്നെ നമ്മൾ അതുപോലെ ഡ്രസ്സ് എടുത്താൽ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഡെയിലി മക്കളെ നോക്കി അല്ലെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഭർത്താവിനെ അല്ലെ വഴക്കും കേട്ടൊക്കെ ഓടി ഇവിടെ എങ്ങനെയെങ്കിലും ഓടി ഒന്ന് പഞ്ച് ചെയ്ത് ജോലിക്ക് കയറുന്ന അടുത്ത ജോലിക്ക് നമ്മൾ കയറുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ ആ ടെൻഷൻ്റെ ഇടയ്ക്കൂടെ ഇനി എങ്ങനെ ടെൻഷൻ ഇല്ലാതെ ജോലി സ്ഥലത്ത് എങ്ങനെ ടെൻഷൻ ഇല്ലാതെ പോകാം, ഈ ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ പഠിപ്പിച്ച സാറിന് എൻ്റെയും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു.